എൻ്റെ മകൻ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഈ അക്കാദമിക പഠനത്തിൽ മുൻപന്തിയിലല്ല എന്ന് മാത്രമല്ല അധ്യാപകരുടെ കണക്കെടുപ്പിൽ പിൻപന്തിയിലുമാണ്. ഞാൻ നടത്തുന്ന ക്വിസ് പ്രോഗ്രാമുകളുടെ വിഷ്വൽ റൗണ്ടുകളിൽ കുറേ വിഷ്വലുകൾ ശേഖരിക്കാൻ എനിക്കൊരു ക്രിയേറ്റീവ് ടീമുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അവർ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ നാളെ ക്വിസിനെ ചില വിഷ്വൽസ് ഒക്കെ ചെയ്തോ, ഞാൻ പറഞ്ഞില്ല ചെയ്തില്ല, അതിപ്പോൾ ചെയ്തു തരാമെന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിനിറ്റുകൾക്കുള്ളിൽ കമ്പ്യൂട്ടറിലെല്ലാം ഫീഡ് ചെയ്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്തു ടൈറ്റിൽ അവനെ എഡിറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തു. അവന് മാർക്ക് കുറവാണ് പരീക്ഷയ്ക്ക്. പലപ്പോഴും സിംഗിൾ ഡിജിറ്റ് മാർക്കൊക്കെ കൊണ്ടുപോകാൻ വരാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇവരോട് ഇതിന് ദേഷ്യം തോന്നുന്നു. അവൻ സിംഗിൾ ഡിജിറ്റ് മോനെ ഇത്ര മാർക്കേ ഉള്ളൂടാ, അച്ഛൻ മറ്റേത് എനിക്ക് ഭയങ്കര മാർക്കാണ് 24 മാർക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പരീക്ഷയിൽ മാർക്ക് നേടുന്നത് മാത്രമാണോ പ്രധാനമെന്ന് കുട്ടികളോട് ചോദിക്കുന്ന ഞാൻ എൻ്റെ മകൻ്റെ മാർക്ക് കുറവിനെ പ്രധാനമായി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല. എൻ്റെ മക്കളെ ഞാനെന്ന പിതാവ് വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിലാണ്. അവരുടെ ജീവിതമാണ്, എൻ്റെ ജീവിതമല്ല. എൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചു ചെയ്തു. എൻ്റെ അച്ഛൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നതുപോലെ അവരുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കേണ്ടതാണ് എന്നുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്.